ഹലോ ഗായ്സ്, വൺ ബ്ലോക്ക് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ട്രീ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫാമാണ്. അവിടെ നിന്ന് കുറേ മരം കിട്ടിയിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോണത് ഒരു സ്റ്റോറേജ് ഏരിയയാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെക്കാനൊരു സ്ഥലമില്ല. നമുക്ക് ഈ വൺ ബ്ലോക്കിന് കിട്ടുന്ന ചെസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഈ ഐലൻഡൊക്കെ കച്ചറായിട്ടിരിക്കുകയാണ് ഈ പെട്ടിയുള്ള കാരണം. അപ്പോൾ നമുക്ക് ഈ പെട്ടി ഒരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ ഒരു സ്റ്റോറേജ് റൂം വേണം. അപ്പോൾ നമുക്ക് ആ സ്റ്റോറേജ് റൂം അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ തന്നെ നമുക്കൊരു ഐലൻഡ് അവിടെ ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ വലിയൊരു സ്റ്റോറേജ് റൂമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഈ ഡയറക്ഷനിലോട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഇവിടുത്തെ ഫെൻസൊക്കെ പൊട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് ഒരു പാത്ത് വേ ഉണ്ടാക്കാം. ഇനി കുറച്ച് സ്ലാബ് എടുക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ അങ്ങോട്ട് 10 ബ്ലോക്ക് പോട്ടെ. 1 2 10. ഞാൻ ഇങ്ങോട്ട് 2 3 4 ഇനി അങ്ങോട്ട് പോകണം. ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കോബിൾ സ്റ്റോൺ ഇല്ല. നമ്മൾ അതിൻ്റെ പകരം ഡീപ്പ് സ്ലേറ്റ് സ്ലാബ് ആക്കിയിട്ടാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഡീപ്പ് സ്ലേറ്റ് എടുത്തിട്ട് അത് സ്ലാബ് ആക്കട്ടെ. ഡീപ്പ് സ്ലേറ്റ് ഇത് ബ്രിക്ക് ആക്കാമല്ലേ, ബ്രിക്ക് സ്ലാബ് ആക്കാം. കുറച്ചുകൂടി അടിപൊളി. നമുക്കിതിവിടെ വെക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ഫുള്ള് സ്ലാബ് വെച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 11ാമത്തെ ബ്ലോക്കാണ് സെൻറ്റർ. അതുപോലെ എനിക്ക് അങ്ങോട്ട് പോകണം. 1 2 3 4 5 ഒക്കെ നമ്മൾ എല്ലാ സൈഡിലും 10 ബ്ലോക്ക് വീതം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ സ്ലാബ് വെച്ചിട്ട് ആ സർക്കിൾ കൊണ്ട് വരക്കണം. ഓക്കെ, ഈ നമ്മൾ ആ സർക്കിൾ കൊണ്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ഡീപ്പ് സ്ലേറ്റിൻ്റെ ബ്രിക്കായിട്ട് തന്നെ ഫില്ലാക്കാം. ഞാനിവിടെ സർക്കിൾ വരക്കാനുള്ള ഡീപ്പ് സ്ലേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡീപ്പ് സ്ലേറ്റ് മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ചെസ്റ്റ് വന്നു. അപ്പോൾ ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, കുറച്ച് ഡീപ്പ് സ്ലേറ്റ് ഉണ്ട്. ഞാനിവിടെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ബാരൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 5 ലേപ്പിസോറ്, പിന്നെ 15 ഗോൾഡോറും 19 കാൽസൈറ്റും 3 ഗ്ലോബറി 12 ക്ലേ, പിന്നെ 2 എൻചാൻമെൻറ്റ് ബുക്ക് ഉണ്ട്. സോൾ സ്പീഡ് 2ഉം എഫിഷ്യൻസി 3ഉം. ആദ്യൻ്റെ ഇൻവെൻറ്ററിൽ ഐറ്റംസ് ഒന്നും കൂടി എടുത്തോട്ടെ. ഇനി നമുക്ക് കുറച്ച് ഡീപ്പ് സ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അതായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഇത്ര മതി. നമുക്ക് അവിടെ ഒന്ന് ഫില്ല് ചെയ്യാം. സോ നമ്മുടെ ഡീപ്പ് സ്ലേറ്റ് കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി വേണം. അപ്പോൾ ജസ്റ്റിലെ കൊണ്ടു നോക്കട്ടെ. ഇതിലില്ല. ഞാനിവിടെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ചെസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ കുറച്ചുകൂടി മൈൻ ചെയ്തപ്പോൾ പിന്നെ നമുക്ക് ചെസ്റ്റ് കിട്ടി. ആദ്യം നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ചെസ്റ്റിൽ വെക്കാം. നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡയമണ്ടിൻ്റെ ഓറ് വരുന്നുണ്ട്. ആദ്യം വന്നിരുന്നില്ല. ചെസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. ഗൈസ്, നല്ല ലൂട്ട് തന്നെയാണ്. കുറച്ച് റെഡ് സ്റ്റോണ്, 15 കോപ്പർ, 8 ഗോൾഡ്. ഓ ഗൈസ്, ഒരു ആർമർ ട്രിം കിട്ടുന്നുണ്ട്. അയ്യോ, ഈ ട്രിം എന്ന് പറഞ്ഞാൽ നല്ല റയറാണ്. മൈൻക്രാഫ്റ്റിൽ ഏറ്റവും റയറായിട്ടുള്ള ട്രിമ്മാണിത്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ബാരലിൽ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ട്. കുറച്ച് കോബിളിൻ്റെ ഡീപ്പ് സ്ലേറ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഡീപ്പ് സ്ലേറ്റ് കിട്ടി. നമുക്ക് ബ്രിക്കാക്കാം. ഇപ്പം മറ്റേ ബ്രിക്ക് സ്ലാബ് ആക്കാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സ്ലാബ് കഴിഞ്ഞു. ഇനി ഈ കോർണറും കൂടി ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കിൾ കൊണ്ട് കംപ്ലീറ്റ് ആവും. കുറച്ചുകൂടി മൈൻ ചെയ്യാം.
ഓക്കെ, പിന്നെ ഒരു ചെസ്റ്റ് ഒന്നുണ്ട്. ബാക്കിയുള്ളതിന് കിട്ടണേ. കുറച്ചുകൂടി മൈൻ ചെയ്യാം. ഗൈസ്, അങ്ങനെ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ആവുകയാണ്. ഗൈസ്, ഞാൻ ഏത് എപ്പിസോഡ് ഇടുമ്പോഴും അതിൽ അപ്ഗ്രേഡ് ആവുന്നുണ്ട്. പക്ഷെ ഞാനിത് ഇന്ന് അപ്ഗ്രേഡ് ആക്കണമെന്ന് പറയണില്ല. അതെന്താ സാറില്ല. നമുക്കിപ്പോൾ സ്നോവി ബയോം ഇതൊക്കെ അത്ര ഇഷ്ടമില്ലാത്ത ബയോമാണ്. ഇവിടെ മറ്റേ പോളാർ ബിയറൊക്കെ വരും തോന്നുന്നു. അത് ഇവിടെ തന്നെയല്ലേ? അവിടെ തന്നെയാവും. എന്തായാലും നമുക്കിപ്പോൾ കിട്ടിയ ഡീപ് സ്ലീറ്റ് ബ്രിക്കാക്കാം. നമ്മുടെ ഈ ബയോമീത്തെ ആദ്യത്തെ ചെസ്റ്റാണിത്. പിന്നെ ഒരു സോംബി ഹൗസിൻ്റെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഇതാണ്. പിന്നെ അവിടെ പിന്നെ ഒരു ഇതിപ്പോൾ സ്പോണായതാണോ എന്താണോ അറിയില്ല. അയ്യോ പോണ് തീർത്ത്. ഓക്കെ, നമുക്കൊരു പട്ടിക്കുട്ടി സെറ്റായി. ഇത് സെറ്റാവോ? ഓക്കെ, ഇനി ഇവരൊന്നും ഇവിടെ ഇരുത്തണം. അയ്യോ, ഇവരൊക്കെ ഒന്ന് സേഫ് ആക്കണം കേട്ടോ. ഈ പ്രശ്നം ഇവനൊന്ന് സേഫ് ആക്കണം. ഞാൻ കുറച്ചും കൂടി മൈൻ ചെയ്തപ്പോൾ ഒരു ചെസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് നേരത്തെ പോലൊക്കെ ഒരു ലൂട്ട് തന്നെയാണ്. ഇതെന്താ ബ്ലൂ ഐസ്, ബാക്ക്ഡ് ഐസ്. ഓ, ഇങ്ങനെ ഇപ്പോഴും ഇൻവെൻട്രി സ്പേസ് ഇല്ല. പക്ഷേ തീരെ സ്പേസ് ഇല്ലല്ലോ. പോളർ ബിയർ ഇന്നെ തീർക്കുമോ? അതാ പേടി. അയ്യോ 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 അയ്യോ, എൻ്റെ ഐറ്റംസ് പോയി. ഐറ്റംസ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തീർക്കാൻ തുടങ്ങി. അയ്യോ, കൊണ്ടും വല്ലാത്തൊരു ശല്യമായാലോ. ഞാനിനി കുറച്ചുകൂടി ഡീപ് സ്ലേറ്റ് മൈൻ ചെയ്ത് നോക്കട്ടെ. കുറേ ഐറ്റംസ് പോയി എന്നാ തോന്നുന്നു. അയ്യോ, പൊട്ടീന്ന്. അയ്യോ അയ്യോ അയ്യോ, മാറ്. പൊട്ടരുത്. ലാഗ് ഇത്തിരി സീനാണ്. ഓക്കെ, ഒരു ചെസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. 4 കാർവുഡ് പംകിൻ, പിന്നെ ഒരു ആർമർ ട്രിം, സ്നോ ബ്ലോക്ക്, 2 അയാണ്. കുഴപ്പമില്ല. അയ്യോ അയ്യോ, കുട്ടി കുറച്ച് സീന. ഇപ്പോൾ ആ ഏരോ എടുത്തില്ല. അയ്യോ, അടിക്കല്ല, എൻ്റെ ഐറ്റംസ് ഓട്. കുറച്ച് ഏരോ കൈ വെക്കട്ടെ, അതാണ് നല്ലത്. ഒരു സ്പെഷ്യൽ ബാരൽ ഇട്ടുണ്ട്. 11 സ്നോ ബോള്, പൗഡർ സ്നോ, പിന്നെ ഒരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഗൈസ്, പിന്നെ ഒരു ചെസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കിട്ടണവരെ മൈൻ ചെയ്യാം. പോരാ, ആദ്യം ഇവരാണ്ട് തീർക്കാം. അയ്യോ, ചവിട. ഓക്കെ, ഒക്കെ പെട്ടെന്നായി. ഒരു ചെസ്റ്റ് ഒന്നുണ്ട്. 57 ലീവ്സ്, ഒരു സ്റ്റാക്ക് ഉണ്ട് തോന്നുന്നു. പിന്നെ 4 സ്പ്രൂസിൻ്റെ ഒരു ക്യാമ്പ് ഫയറും. ഇതിലൊക്കെ ഒന്നും സ്ഥലമില്ല. ഇതിലൊക്കെ ആ ഡീപ് സ്ലേറ്റ് കിട്ടണ വരെ നമ്മളിത് അയ്യോ, അപ്പോൾ ഡീപ് സ്ലേറ്റിൻ്റെ കാര്യമോ?
ഞാൻ ഈ എപ്പിസോഡിൽ എത്ര ലെവൽ ഇതാക്കുന്നു. ഇതിലും ഡീഫ്ലേറ്റില്ല ഞാൻ പെട്ട്. അപ്പോൾ ഇത് ഫുള്ള് ആകെ കോബിൾ സ്റ്റോൺ ആയിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും. നോക്കി നോക്കാം. അല്ലെങ്കിൽ ആ ഇൻഫെസ്റ്റഡ് ഡീഫ്ലേറ്റ് വെച്ചാൽ മതി. മൈനി അത് നോക്കിയാൽ പോരെ. പ്ലേസ് ചെയ്ത് കുഴപ്പമില്ലല്ലോ. ഡെസേർട്ടോ? ഓ ഡെസേർട്ടിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ആ ഡീഫ്ലേറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഡീഫ്ലേറ്റിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഓ കാറ്റസ് ഉണ്ട്. കാറ്റസ് ഉള്ളതുകൊണ്ട് ഐറ്റംസൊക്കെ ഡീസ്പോൺ ആവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കണം ഐറ്റംസ്. ഓ TNT എന്താ മനസ്സിലായോ? മറ്റേ ഡെസേർട്ട് ടെമ്പിളിൻ്റെ TNT ആണ്. അയ്യോ സ്പൈഡർ എന്ത് വെക്കാം. ഇതെന്താ ക്യാമൽ? ഓ നമുക്ക് ക്യാമലിന് കിട്ടി. നമുക്കൊരു പണിയാണ്, സാഡിൽ ക്യാമലിന് ഇട്ടാലോ. നമുക്ക് ഇനിയും സാഡിൽ കിട്ടുമോ നോക്കാം. നമുക്ക് ക്യാമലിൻ്റെ കാര്യത്തിൽ തീരുമാനം. ഇതിവിടെ അവിടെ ഇരിക്കണാവോ? ഇരുന്നാൽ പിന്നെ ആരും അതിനെ തള്ളിയിടുന്ന പ്രശ്നമൊന്നുമില്ല. അയ്യോ ഇതൊരു പൊട്ടിച്ച്. ഓ അപ്പം ഞാൻ ഇതൊന്ന് ശരിയാക്കി തരാം. മാജിക് ഗൈസ്, ഞാൻ തീർന്നു ഗൈസ്. എൻ്റെ ഐറ്റംസ് ഒക്കെ കോഴി കൂടെ പോയി. സാറില്ല. നമുക്ക് ആദ്യമൊക്കെ ടൂൾസൊക്കെ ഉണ്ടാക്കണം. നമ്മുടെ ആർമറൊക്കെ പോയി. സീനില്ല, പ്രശ്നമില്ല, നമ്മളത് വീണ്ടെടുക്കും. പക്ഷെ എൻ്റെ ഡീപ് സ്ലേറ്റ് പോയതാണ് കൂടുതൽ വിഷമമായത്. അത് കിട്ടാൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറേ ഐറ്റംസ് കൈ വെച്ച് നടക്കരുത്. ഒരു സോഡ്, ഒരു പിക്കാച്ച്, അത് മതി. ശവല് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ സ്ലാബ് ഇവിടെ വെക്കാം. ഇതിങ്ങനെ നമുക്ക് മൈൻ ചെയ്യാം. കാറ്റസ് ഡീപ് സ്ലേറ്റ് ഞാൻ ഒരിക്കലും കളയില്ല. ഒരു പ്രാവശ്യം കയ്യിൽ നിന്ന് പോയി. ഇനി നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അടിക്ക് വേണം ചാവുന്നത്. നമ്മൾ ഒരു കാര്യം സൂക്ഷിക്കുക, നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് നമ്മൾ എപ്പോഴും കൈ വെച്ച് നടക്കരുത്. ഓ കൈ വെച്ച് നടക്കരുത്. അപ്പം നമുക്ക് കുറച്ചുകൂടി ഡീപ് സ്ലേറ്റ് ആക്കിയിട്ട് എന്താണ് നമുക്ക് അവിടെ ഒന്ന് ഫില്ല് ചെയ്യാം. ആരപ്പോൾ ഇത്? നമുക്ക് കുറച്ചുകൂടി മൈൻ ചെയ്യാം. ഡീപ് സ്ലേറ്റ് ഇനി ഒരെണ്ണം അവിടെ TNT ഒക്കെ ഉണ്ട്. ഒന്നും കൂടി കിട്ടിയാൽ മതി. ഓക്കെ, ഡീപ് സ്ലേറ്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് സ്ലാബ് ആക്കിയിട്ട് അവിടെ വെക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോറേജ് റൂമിൻ്റെ പണി അവിടെ ഉണ്ട് തുടങ്ങാം. ഓക്കെ, അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് വെക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പണി ചെയ്താലോ, ഇപ്പോൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ? അതാ നല്ലത്, ഇപ്പോൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ അടുത്ത എപ്പിസോഡിൽ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ ഞാനത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിന് നമുക്ക് കുറച്ച് സ്പ്രൂസിൻ്റെ മരം വേണം. ഒരു സ്റ്റാക്ക് ഇപ്പോൾ എൻ്റെ കയ്യുണ്ട്, 3 എണ്ണം. അങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് എൻ്റെ കയ്യുണ്ട്. ഇതാ ഇതില്ലേ കുറേ ചെസ്റ്റിൽ കുറേ എണ്ണം ഉണ്ട്. അയ്യോ ആരെന്നെ അടിക്കുന്നുണ്ട്. ഓ ഇവഎനിക്ക് രാത്രിയായ ഭ്രാന്ത് പിടിക്കും. ഞാനിപ്പോൾ എൻ്റെ പ്രശ്നം ഷീൽഡും ഇല്ല. ഷീൽഡൊക്കെ പോയി. ശരി, കുറച്ച് മേലേക്ക് പോവാം. എത്രയൊക്കെ മതി. ഇതിവിടെ വെക്കുക, ഇതിവിടെ അങ്ങനെ പ്ലേസ് ചെയ്യുക. അത് ഞാൻ അവിടെ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ 4 എണ്ണമായി വളരുമ്പോൾ വേറൊരു ഡേർട്ടായി മാറും. ആ ഡേർട്ട് വേണ്ട വെച്ചിട്ടാണ്. നമുക്ക് ബോൺ എടുക്കുക, ബോൺ മീൽ ചെയ്യാം. ഓക്കെ, നമുക്കൊരു വലിയ മരം വന്നിട്ടുണ്ട്. നമുക്കിത് മൈൻ ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ഡേ ഒന്നുകൊണ്ട് തീർക്കാം. ഞാൻ ഈ മരം മൊത്തം മൈൻ ചെയ്തിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാം.
ഞാൻ സ്പ്രൂസിനായിട്ട് ഒരു ട്രീ ഫാം ഉണ്ടാക്കുന്നുണ്ട്, അതിനായിട്ടൊരു ഐലൻഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റോറേജ് റൂമിൻ്റെ പണി കാരണമാണ് തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നത്. മരം മൊത്തം മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് ചെറിയൊരു റൂം സെറ്റാക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റോറേജിൻ്റെ റൂമിൻ്റെ കുറച്ച് ഭാഗം സെറ്റ് ആയി. നമ്മൾ ഈ റൂഫിലൊന്നും ചെയ്തില്ല, നമുക്ക് ചെയ്യണം. പിന്നെ ഞാൻ കുറച്ചൊന്നും മൈൻഡ് ചെയ്തപ്പോൾ നമുക്കൊരു ചെസ്റ്റ് കിട്ടി. ചെസ്റ്റിൽ നമുക്ക് സസ്പീഷ്യസ് ആൻഡ് കുറച്ച് 24 കിട്ടി. പിന്നെ ആ ബ്രഷ് ഒരെണ്ണം കിട്ടി. പിന്നെ കുറച്ച് മൈൻഡ് ചെയ്തപ്പോൾ ഈ സ്പെഷ്യൽ ബാരൽ കിട്ടി. ഇതിൽ നിന്ന് കിട്ടിയ ഐറ്റംസ് ഞാൻ കാണിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഇത്ര ബോണും കിട്ടി, പിന്നെ സ്കെൽറ്റൻ്റെ സ്പോണറും കിട്ടി, പിന്നെ ഒരു മോൺസ്റ്റർ സ്പോണറും കിട്ടി. ഇതെന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്കെൽറ്റൻ സ്പോണർ ഉണ്ടാക്കാനുള്ള ഒരു ബാരലാണിത്. അപ്പോൾ ഇത് കാണിച്ചു തരാനാണ് ഞാൻ അപ്പോൾ വീഡിയോ ഉണ്ടാക്കി. അപ്പോൾ ഈ സ്റ്റോറേജിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ സ്റ്റോറേജ് റൂം ഞാൻ കാണിച്ചു തരാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് റൂം. ഇതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അകത്താണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കയറി വെക്കാം. ഉള്ളിൽ കയറുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാം. ഞാൻ ഇവിടെയൊക്കെ ഐറ്റം ഫ്രെയിം വെക്കാണ്ട്, ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ചെസ്റ്റിൽ ഞാൻ വുഡിൻ്റെ ഐറ്റംസാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ചെസ്റ്റിൽ ഇങ്ങനെ മോബിൻ്റെ ഇടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഐറ്റംസ്, മൂന്നാമത്തെ ചെസ്റ്റിൽ ഇങ്ങനത്തെ സ്റ്റോൺ അങ്ങനത്തെ ബ്ലോക്കുകൾ, നാലാമത്തെ ചെസ്റ്റിൽ ഇങ്ങനെ സ്റ്റെയർ സ്ലാബ് അങ്ങനത്തെ ഒക്കെ ബ്ലോക്കില്ലേ, ഗ്ലാസ്സൊക്കെ അത്, അഞ്ചാമത്തെ ചെസ്റ്റിൽ ഈ ആർമറുമായിട്ടുള്ള ബന്ധമുള്ള ഐറ്റംസ്, പിന്നെ ആറാമത്തെ ചെസ്റ്റിൽ നാച്ചുറലായിട്ടുള്ള ഐറ്റംസ്, അതായത് സാപ്ലിങ് ലീവ്സ് അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ഇതിൽ ഫുഡ് ഐറ്റംസ്, പിന്നെ ഇതിൽ ഓറിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ്. പിന്നെ നമ്മൾ ഈ ആർമറിൻ്റെ ഇതിൽ മേലത്തേക്ക് ഞാൻ ഡയമണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചെസ്റ്റിൽ എൻചാൻറ്റഡ് ബുക്ക്, ബാക്കിയുള്ളതിലൊന്നും ഞാൻ ഐറ്റംസ് വെച്ചില്ല. പിന്നെ 2 ലാഡർ കാണാം. ഇവിടെ കയറിയിട്ട് നോക്കിയാൽ ഇവിടെ ഒരു ചെറിയൊരു ബ്രോയിങ് സ്റ്റാൻഡിൻ്റെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ബാരലൊന്നുമില്ല, ഇവിടെ ഒന്നും ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ഫർണസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ, സ്റ്റോൺ കട്ടർ, ഇതൊന്നും ഞാൻ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്തതല്ല, ഒക്കെ നമ്മുടെ 1 ബ്ലോക്കിൻ്റെ ഐലൻഡിലുള്ള ആ ഐറ്റംസാണ്. ഇനി ഈ ചെസ്റ്റിൽ ഞാൻ കുറച്ച് ഫെൻസ് വെച്ചിരുന്നു. നമുക്ക് അതൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സേഫാക്കാം. നെറ്റിൽ കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ കണ്ടിട്ടാണ്, നെറ്റിൽ ഇങ്ങനെയാണ്. പിന്നെ എൻ്റെ ആർമറൊക്കെ പോയിരുന്നു, അതിന് നേരത്തെ ഞാൻ തീർന്നുണ്ടായിരുന്നു നിലത്തേക്ക് വീണിട്ട്. അങ്ങനെ ആർമറൊക്കെ പോയി. കുറേ പ്രാവശ്യം ക്രീപ്പർ വന്നിട്ടോ അങ്ങനെയൊക്കെ ഞാൻ തീർന്ന്. അതെന്താ വെച്ചാൽ അറിയില്ല. നമുക്ക് ഇവിടെ ഒന്ന് ഫെൻസ് വെച്ച് സെറ്റാക്കാം. ഓക്കെ, നമ്മുടെ ഫെൻസ് നമ്മുടെ ഉള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്നൊരു സ്റ്റോറേജ് റൂം സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഓക്കെ, ബൈ.